അല്ലേ? ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയല്ലേ നിങ്ങൾക്ക് ഈ ധ്യാനത്തിൽ ലഭിച്ച ചൈതന്യം നിലനിർത്താനുള്ളൊരു മാർഗം പറയാം. ഈ ധ്യാനത്തിലൂടെ ദൈവം നമ്മെ ഒരുപാട് അനുഗ്രഹിച്ചു. ഈ ഒരു ശൈലിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. അത്രമേൽ ദൈവകൃപ ഓരോ കുടുംബവും ഈ പ്രഭാതത്തിൽ സ്വന്തമാക്കിയതാണ്. അതിനാൽ ആ ചൈതന്യം നിലനിർത്താനുള്ള നല്ലൊരു മാർഗം ഈ ധ്യാന രീതിയുടെ വികസിത രൂപമായി കേരളമെമ്പാടും അറിയപ്പെടുന്ന ഒരു ധ്യാന കേന്ദ്രമാണ് പോട്ട ആശ്രമം. പോട്ട ആശ്രമത്തിൽ നിങ്ങൾ ചെയ്യാവുന്നത് ഇനി മുതൽ 2ാം ശനിയാഴ്ചകളിലോ ആദ്യ വെള്ളിയാഴ്ചകളിലോ ഒക്കെ ബോൾഗാട്ടി ഇടവകയുടെ നേതൃത്വത്തിൽ 1 or 2 ബസ്സൊക്കെ തയ്യാറാക്കി അതിലിവിടെ താല്പര്യപ്പെട്ട ആളുകളെയൊക്കെ കയറ്റി പോട്ട ആശ്രമത്തിലേക്ക് വരിക. അവിടെ ഒരു ദിവസത്തെ വചന പ്രഘോഷണവും സൗഖ്യ ശുശ്രൂഷയും കൗൺസിലിങ്ങും കുമ്പസാരവും ഇതെല്ലാം ഉണ്ട്. അങ്ങനെ 365 ദിവസവും അവിടെ ഈ പരിപാടിയുണ്ട്. എന്നാലും നിങ്ങൾക്കൊരു ആനുകൂല്യം തരുന്നു. 365 ദിവസവും വരണമെന്നില്ല. മാസത്തിൽ 1 or 2 പ്രാവശ്യം ആദ്യ വെള്ളിയാഴ്ചയോ 2ാം ശനിയാഴ്ചയോ ബസ് പിടിച്ച് ബാനറൊക്കെ വെച്ച് കെട്ടി ബോൾഗാട്ടി ഇടവകയിൽ നിന്ന് വരുന്നവരാണ് എന്ന വിധത്തിൽ അവിടെ വന്ന് അവിടുത്തെ സൗഖ്യ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് മടങ്ങിയാൽ ഈ ചൈതന്യം നിങ്ങൾക്ക് നിലനിന്ന് കിട്ടും. പിന്നെ മാത്രം കണ്ണുകൾ അടയ്ക്കുക, വിശ്വാസം വർദ്ധിപ്പിക്കുക, നമ്മെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ ഈ ധ്യാന ദിവസങ്ങളിലെ തീരുമാനം ഒന്നു മാത്രം. ഈ ദിവസങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞ യേശുവിനെ, സ്വന്തമാക്കി യേശുവിനെ കൂടെ നിർത്തും ജീവിതത്തിന്റെ അന്ത്യം വരെ. യേശുവിന്റെ പിന്നാലെയുള്ള യാത്രയിൽ ഞാൻ പങ്കുചേരുകയാണ്. എന്റെ തീരുമാനം ഒന്നു മാത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ സ്വന്തമാക്കിയ, കണ്ടുമുട്ടിയ, അനുഭവിച്ചെറിഞ്ഞ യേശുവിന്റെ പിന്നാലെയുള്ള യാത്ര. കണ്ണുകൾ തുറന്നൾത്താരയിലേക്ക് നോക്കി കുരിശുകൾ ഉയർത്തി കൺമുന്നിൽ കാണുമാറ് പിടിച്ച് ഈ ഗാനത്തോട് ചേരാം. യേശുവിന്റെ പിന്നാലെ. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാണെന്നാത്മാവി തീരുമാനം ചെയ്തുമേ പിന്നിലേക്ക് അല്പവും. കുരിശിനെ നോക്കി പാടിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാനെന്നാത്മാവേ തീരുമാനം ചെയ്തുമേ പിന്നിലേക്ക് അല്പം. കുരിശ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. എന്റെ പിന്നിൽ ലോകമാണ്. ലോകം വച്ചു നീട്ടുന്നത് അതിന്റെ മോഹങ്ങളും ആഡംബരങ്ങളും. എന്റെ മുന്നിലോ കുരിശും. കുരിശിൽ നിന്നകന്ന് ലോകത്തിലേക്ക് ആണ്ടിറങ്ങാൻ അതിന്റെ പ്രലോഭിത വലയം, സമ്പന്ന പ്രലോഭിത ലോകം എന്നെ തിരികെ വിളിക്കുന്നു. പക്ഷേ തീരുമാനം മുന്നോട്ടു പോവാൻ തന്നെയാണ്. കുരിശ് ഉയർത്തി കൺമുന്നിൽ കാണുമാറ് പിടിച്ച് ചേർന്ന് പാടാം. എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ മുന്നിൽ ക്രൂശതും. തീരുമാനം ചെയ്തുമേ പിന്നിലേക്ക് അല്പവും. കുരിശ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. യേശുവിന്റെ പിന്നാലെ പോകാനുള്ള എന്റെ തീരുമാനങ്ങളിലും ദൃഢനിശ്ചയത്തിലും എന്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായി എന്ന് വരില്ല. കുടുംബാംഗങ്ങൾ പോലും, പല സൗഹൃദങ്ങളും എന്നെ അതിനനുവദിച്ചു എന്ന് വരില്ല. പക്ഷേ ആരെല്ലാം എന്റെ കൂടെ ഇല്ലാത്ത സ്ഥിതിയിൽ ഞാൻ ഒറ്റപ്പെട്ടാലും യേശു എന്റെ കൂടെയുള്ളതിനാൽ തീരുമാനം അവന്റെ പിന്നാലെ പോവാൻ തന്നെ. എന്റെ കൂടെ ആരുമില്ലെങ്കിലും ഞാൻ യേശുവിന്റെ കൂടെ തന്നെ. പാടാം. എന്റെ കൂടെ ആരുമില്ല,
കുരിശുയർത്തിപ്പിടിച്ച് പാടുക. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തുമേ പിന്നിലേക്ക് അല്പം. കുരിശ് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ചങ്കോട് ചേർത്ത് വെച്ചിരിക്കുന്ന യേശു, ആ യേശുവിന്റെ കൂടെയല്ലാതെ ഒരുപക്ഷേ അവനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെടേണ്ടി വന്നാലും യേശുവിനെ മാത്രമേ ഞാൻ നൽകൂ, ബാക്കിയെല്ലാം ഞാൻ വേണ്ടെന്ന് വയ്ക്കും. എന്റെ ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ ഇടപഴകുന്ന വ്യക്തികൾക്ക് യേശുവിനെ മാത്രം കൊടുക്കും. എന്റെ കുടുംബത്തിൽ, എന്റെ യാത്രകളിൽ, എന്റെ ജോലിയിടങ്ങളിൽ, എന്റെ സൗഹൃദങ്ങളിൽ ഞാൻ യേശുവിനെ മാത്രം പങ്കുവയ്ക്കും, ബാക്കിയെല്ലാം മാറ്റും. യേശുവിനെ മാത്രം നൽക, ബാക്കിയെല്ലാം മാറ്റുക. തീരുമാനം ചെയ്തുമേ പിന്നിലേക്ക് അല്പം. കുരിശ് ഉയർത്തിപ്പിടിച്ചതിൽ നോക്കി പാടാം. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തുമേ പിന്നിലേക്ക് അല്പം. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തുമേ പിന്നിലേക്ക് അല്പം. കുരിശുകൾ താഴ്ത്താം, കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ താങ്ങും തണലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു വിപ്രവാസ ഘട്ടമാണ് മനുഷ്യ ജീവിതത്തിൽ. ആത്മാവ് ഒളിച്ചു പാർക്കുന്ന കൂടാരം അതുമാത്രമാണ് ഈ ശരീരം. ഈ ജഡം വിട്ട് നമ്മൾ മടങ്ങിപ്പോകണം ഈ ഭൂമിയിൽ നിന്ന്. ഈ മണ്ണിലേക്ക് നമ്മുടെ ജഡം അടിഞ്ഞ് അലിഞ്ഞു തീരും. പറന്നുയരുന്നതൊന്നു മാത്രം ആത്മാവ്. ആത്മാവ് തേടുന്നത് ഒരു നാട്, എന്റെ പ്രിയപ്പെട്ട നാട്, സ്വർഗീയ ഇടം. ആ സ്വർഗീയ ഇടത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ സഹായം. ഈ നാട് എനിക്ക് പ്രിയപ്പെട്ടതായാൽ ഇവിടെ കുടുങ്ങിക്കിടക്കാൻ എന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ എന്നെ തളച്ചിടാൻ ശ്രമിക്കും. അതിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട ആത്മാവിനെ സ്വർഗതീർത്ഥത്തിൽ എത്തിക്കാനുള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതയാത്ര. ഈ ഭൂമിയിൽ കടന്നുപോകുന്ന ഈ ഭൂമിയിൽ കുടുങ്ങിപ്പോകരുതേ നമ്മുടെ ജന്മം. അതിനാൽ ഈ ലോകം വിട്ട് പറന്നുയരേണ്ട ആത്മാവിനെ ഭാവനയിൽ കണ്ട് പ്രിയ നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മൾ പങ്കുചേരുകയാണ്. പ്രിയനെ തേടിയുള്ള യാത്ര. എനിക്ക് മതിയായവൻ യേശു ക്രിസ്തു, അവനെ മാത്രം മനസ്സിൽ കണ്ട് മുന്നോട്ടുള്ള തീർത്ഥയാത്ര. പക്ഷേ സങ്കടങ്ങളുടെ കടലിലൂടെയാണ് നമ്മുടെ യാത്ര, സങ്കടൽ യാത്ര. ദുഃഖസാഗരത്തിലൂടെ വല്ലാതെ തളർന്ന് തകർന്ന് നമ്മുടെ തോണി നീങ്ങുമ്പോൾ സഹായമായി ദൈവമേ അങ്ങുണ്ടാകണമേ. എത്ര നാൾ ഞാൻ ഈ തോണി തുഴയുന്നു, പിന്നെയും ദുഃഖമെന്നെ ആഴം വർദ്ധിപ്പിക്കുന്നല്ലോ, ചുഴികൾ വല്ലാതെ എന്നെ പിടികൂടുന്നല്ലോ. ഈ തീർത്ഥത്തിലേക്കുള്ള യാത്രയിൽ താങ്ങും തണലുമായി തുഴയാൻ എന്നെ സഹായിക്കുന്ന ദൈവത്തെ ഞാൻ മുന്നിൽ കാണുന്നു. ഈ യാത്രയിൽ ദൈവമേ അങ്ങു തന്നെ എനിക്ക് പകർന്നു തന്ന ദൈവിക പുണ്യം വിശ്വാസത്തിന്റെ ദീപം തെളിച്ച് ഈ യാത്ര ഞാൻ പ്രകാശമുള്ളതാക്കും. ആ നാട്ടിലെത്തുവോളം എനിക്ക് ആശ്വാസമായിട്ടുള്ളത് തിരുനാമ മന്ത്രം മാത്രം, യേശുനാമ മന്ത്രം ജപിച്ചുള്ള യാത്ര.
ഈ യേശുനാമ മന്ത്രജപത്തിനായി നമുക്ക് സഹായകമായി ഒരു പ്രാർത്ഥനാ പുസ്തകമുള്ളത് ഓർമ്മയിൽ തരുന്നു. മടക്കയാത്രയിൽ ആരെങ്കിലും ഇനിയും ആ കരുതലിന്റെ പുസ്തകം കൂടെ കൂട്ടിയിട്ടില്ലെങ്കിൽ വേണമെന്ന് തോന്നിയാൽ അത് സ്വന്തമാക്കുക. പ്രിയ നാട്ടിലേക്കുള്ള യാത്രയിൽ വിശ്വാസത്തിന്റെ ദീപം തെളിച്ച് തിരുനാമ മന്ത്രം ജപിച്ച് മുന്നോട്ടു പോകാൻ എന്നെ സഹായിക്കണമേ. പ്രിയ നാട്ടിലേക്ക്, പ്രിയ നാട്ടിലേക്ക്, പ്രിയ നാട്ടിലേക്ക്. നാട്ടിലേക്കുള്ള യാത്ര പ്രിയനെ തേടിയ യാത്ര, പ്രിയ നാട്ടിലേക്കുള്ള യാത്ര, പ്രിയനെ തേടിയ യാത്ര, ഒരു നാളും പിരിയാതെ കൊതി തീരുവോളം ഒന്നായി വാഴുവാനാശ, ഒന്നായി വാഴുവാനാശ, പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. നമ്മളാരും കരുതിയിരുന്നതല്ല ഈ ഒരാഴ്ചക്കാലം തമ്മിൽ കണ്ടുമുട്ടുമെന്ന്. ദൈവം നമ്മെ ഈ ഒരാഴ്ചക്കാലം മുഖാമുഖം കാണുന്ന അനുഭവം തന്നു. ഇനി നമ്മൾ പിരിയുന്നു, ഞങ്ങളുടെ ഇടങ്ങളിലേക്ക്, നിങ്ങൾ കുടുംബങ്ങളിലേക്ക്. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രസാദാത്മകമായ മുഖത്തോടെ നമുക്ക് മടങ്ങാം. പ്രാർത്ഥനയിൽ നമുക്ക് നിരന്തരം കണ്ടുമുട്ടാം. ഈ സാഗരത്തിൽ ദൈവം നിങ്ങൾക്ക് തുണ. യാത്രയാവുക, വീടുകളിലേക്ക് മടങ്ങിക്കൊള്ളുക. ഗാനത്തിന്റെ ഇരടികൾ ധ്യാനിച്ച്